നമസ്കാരം. അമ്മയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മാത്രമല്ല മറ്റു സ്ഥാനങ്ങളിലേക്കുമുള്ള സ്ഥാനാർത്ഥികൾ ഇപ്പോൾ വന്നിരിക്കുകയാണ്, മത്സര രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. അതിൽ നേരത്തെ ജഗദീഷ് വന്നിരുന്നെങ്കിലും ജഗദീഷ് പിന്മാറുകയും പിന്നീട് ദേവൻ ആണ് വന്നത്. നമുക്കറിയാം, ദേവൻ മലയാള സിനിമയിലെ വളരെ ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള ഒരാൾ മാത്രമല്ല, സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. പിന്നീട് അദ്ദേഹം BJP-യിലേക്ക് പോയി. അദ്ദേഹത്തിന് സംഘടനാ പാഠവുമുണ്ട്, ജനങ്ങളോട് സംസാരിക്കാനുള്ള കഴിവുണ്ട്, മാത്രമല്ല എല്ലാവരെയും കോർത്തിണക്കി മുന്നോട്ട് പോകാനുള്ള കഴിവുമുണ്ട്, നേതൃത്വ പാഠവുമുണ്ട്. ഒരു ലീഡർ എന്ന നിലയിൽ അദ്ദേഹത്തെ നമുക്ക് തീർച്ചയായും ബഹുമാനിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ദേവനെ നമുക്ക് ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ക്രൈമിൻ്റെ അഭിപ്രായം. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ മുൻകാല ചരിത്രമാണ്. അദ്ദേഹത്തിൻ്റെ ശക്തമായ കഥാപാത്രങ്ങളെല്ലാം തന്നെ നമ്മുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലെ ഗൗരവമായ പരിവേഷം പോലെ തന്നെ അദ്ദേഹം അമ്മയുടെ പ്രസിഡൻ്റായി കഴിഞ്ഞാൽ തീർച്ചയായും വിജയിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല ചരിത്രം അതാണ് നമ്മെ ബോധിപ്പിക്കുന്നത്. ഒരാളെ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ അയാളുടെ പൂർവ്വകാല ചരിത്രവും അദ്ദേഹം ചെയ്ത രീതികളും എല്ലാം പഠിക്കേണ്ടതുണ്ട്. നമുക്ക് ആ എതിരാളിയെ പരിശോധിക്കാം. എതിരാളി ആരാണ്? ശ്വേതാ മേനോനാണ്. ശ്വേതാ മേനോൻ എന്ന് പറയുന്നത് ഇവിടെയുള്ള കേരളത്തിലെ യുവാക്കളുടെ ഹരമാണ് എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമല്ല. യുവാക്കളുടെ മേല അപാലവൃദ്ധം ജനങ്ങളുടെയും ഹരമാണ്. അതെങ്ങനെയാണ്? അവർ സെക്സ് പടങ്ങളിൽ അഭിനയിച്ചുള്ള കഴിവ് കൊണ്ടാണ് അവർക്ക് ഇത്രയധികം കുപ്രസിദ്ധി വന്നിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കുപ്രസിദ്ധി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, രതി നിർവേദം എന്നുള്ള സിനിമയിൽ അവർ മലയാളത്തിൽ മാത്രമല്ല തെലുങ്ക് സിനിമയിലും മറ്റു ഭാഷകളിലുള്ള സിനിമകളിലെല്ലാം അഭിനയിച്ചത് നമ്മൾ കണ്ടാണ്. എന്തൊരു വൾഗറായിട്ടാണ് അവർ അഭിനയിച്ചിട്ടുള്ളത്. ഏത് വൾഗറായ ഭാഗം അഭിനയിക്കണമെങ്കിലും അവരതിനുള്ള കഴിവ് നന്നായിട്ട് ദൈവം കൊടുത്തിട്ടുണ്ട്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ അവർ അഭിനയിച്ചിട്ടുമുണ്ട്. പിന്നെ പ്രസവം തന്നെ അവർ സ്വയം ചിത്രീകരിച്ച കളിമണ്ണ് എന്നുള്ള സിനിമയിൽ പൂർണ്ണമായി ലോകത്തിന് കാണിച്ചു കൊടുത്തുള്ള ഒരാളാണ് ശ്വേതാ മേനോൻ. അപ്പോൾ ശ്വേതാ മേനോൻ എന്നെ പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ തുടക്കം മുതൽ പരിശോധിച്ചു കഴിഞ്ഞാൽ കാമസൂത്ര എന്ന് പറയുന്ന കോണ്ടത്തിൻ്റെ പരസ്യത്തിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. അവരുടെ കോണ്ടത്തിൽ അഭിനയിച്ച പരസ്യത്തിൻ്റെ ചിത്രങ്ങൾ ഇപ്പോഴും നമ്മുടെ സൈറ്റുകളിൽ ലഭ്യമാണ്. രതി നിർവേദത്തിൽ അഭിനയിച്ചുള്ള രംഗമാണ് നമ്മൾ കൊടുത്തത്. അതേപോലെ അവർ വിവിധ സിനിമകളിൽ ഇതേപോലെ ധാരാളം അഭിനയിച്ചിട്ടുണ്ട്. പാലേരി മാണിക്യം അതുപോലെ ഒരു സിനിമയാണ്. ഇതുപോലെ നിരവധി സിനിമകളിലാണ് അവർ അഭിനയിച്ചിട്ടുള്ളത്. ഇതുപോലെ വളരെ സെക്സി ആയിട്ട് അഭിനയിക്കുക, എന്നിട്ട് യുവാക്കളുടെയും വ്യാപാരവൃദ്ധം ജനങ്ങളുടെയും കയ്യടി വാങ്ങുക, ഹരമായി മാറുക എന്നുള്ളത് അവരുടെയൊക്കെ താല്പര്യമുള്ള കാര്യമായതുകൊണ്ടായിരിക്കാം അത്തരം വേഷങ്ങൾ തിരഞ്ഞെടുത്ത് അവർ അഭിനയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കാമസൂത്രയിൽ അഭിനയിച്ച് അവരുടെ വീഡിയോസൊക്കെ അന്ന് കോടിക്കണക്കിന് ആളുകൾ കാണുകയുണ്ടായി എന്നുള്ളത് അവർ തന്നെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ അതിനെ പറ്റിയിട്ട് അവരുടെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ പറയുന്നില്ല. കാരണം എനിക്കെതിരെ ഒരു കള്ളപ്പരാതി കൊടുത്ത് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സഹായത്തോടെ എന്നെ കള്ളക്കേസിൽ കുടുക്കി പിണറായി വിജയനെ വിളിച്ചു പറഞ്ഞ് എന്നെ ജയിലിൽ അടച്ചിട്ടുള്ള ഒരാളാണ് ശ്വേതാ മേനോൻ. അവരോട് എനിക്ക് പ്രത്യേക നന്ദി അതിൻ്റെ കാര്യത്തിലുണ്ട്. പക്ഷേ അവർ ചെയ്തിട്ടുള്ള ഇപ്പം നമ്മൾ സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ എന്തെല്ലാം തരത്തിലുള്ള IT ആക്ട് പ്രകാരം 67A പ്രകാരം കേസെടുക്കാവുന്ന ദൃശ്യങ്ങളാണ്, വീഡിയോകളാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉള്ളത് എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളെ മലയാളികളെ വഴിതെറ്റിക്കുന്ന ഒരു കഥാപാത്രമാണ് ശ്വേതാ മേനോൻ എന്നൊരൊറ്റ നോട്ടത്തിൽ തന്നെ അത്തരം വീഡിയോകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് പോലീസ് കേസെടുത്ത് ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാത്തത്? എനിക്കെതിരെ കേസെടുത്തപ്പോൾ ഞാൻ പോലീസിനോട് പറഞ്ഞു, എൻ്റെ കൈവശം വ്യക്തവും ശക്തവുമായ തെളിവുണ്ട്, അത് പരിശോധിച്ച് മാത്രമേ എനിക്കെതിരെ നടപടി മുന്നോട്ട് പോകാൻ പാടുള്ളൂ. എന്നാൽ അവർ ചെയ്ത കാര്യം എന്താ? ശ്വേതാ മേനോൻ ഒരു പരാതി കൊടുത്തു, ആ കോടതിയിൽ ഞാൻ മുൻകൂർ ജാമ്യം കൊടുക്കുന്നു, ആ വാദം നടക്കുന്നതിനിടയിൽ ഞാൻ കോടതിയിൽ പോകുന്നു. ആ കോടതിയിൽ പോകുമ്പോൾ എന്നെ ആരോ ഇൻഫർമേഷൻ കൊടുത്ത് നോർത്ത് പോലീസ് സ്റ്റേഷനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. അവർ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസുകാരെ പറഞ്ഞു, ഞങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നാണ് ദയനീയമായിട്ട് പറഞ്ഞു. അപ്പോൾ മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് അറസ്റ്റ് ചെയ്തത്. ആ CI എന്നോട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, എനിക്കറിയാം കള്ളക്കേസാണെന്നുള്ളത്. അങ്ങനെ സ്വാധീനം ഉപയോഗിച്ച് കള്ളക്കേസിൽ കുടുക്കാൻ കഴിവുള്ള ഒരു സ്ത്രീയാണ് ശ്വേതാ മേനോൻ എന്ന് നമുക്കറിയാം. അവരെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും നമ്മൾ മുന്നോട്ട് പൊതുചിത്രം സമൂഹത്തിന്റെ മുന്നിൽ ശ്വേതാ മേനോൻ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് കാണിക്കുന്ന വികൃതമായ ചിത്രങ്ങളാണ് നമ്മളെ മുന്നിലുള്ളത്. അത് അവർ തന്നെ അഭിനയിച്ച അവർ തന്നെ ഉണ്ടാക്കിയെടുത്ത ഇമേജാണ്. അത് ഒരു ദിവസം കൊണ്ട് മാറ്റണം എന്ന് പറഞ്ഞാൽ ആർക്കും മാറ്റാൻ പറ്റില്ല. എന്തായാലും
അവർ യഥാർത്ഥത്തിൽ കേസിൽപ്പെട്ട് ജയിലിൽ കിടക്കേണ്ട ഒരാളാണ് എന്ന് എനിക്ക് തീർത്തു പറയാൻ പറ്റും. അങ്ങനെ ഒരാളാണോ അമ്മയുടെ പ്രസിഡന്റായി വരേണ്ടത്? മോഹൻലാൽ മാറിയതിൻ്റെ പിന്നിലുള്ള രഹസ്യമൊക്കെ നമുക്കറിയാം. മോഹൻലാൽ നമ്മൾ അഭിനയം കൊണ്ട് ലോകത്തിലെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു കഥാപാത്രമാണ്. അദ്ദേഹത്തിന് ധാരാളം വീക്ക്നെസ്സുകളുണ്ട്. അതിനെക്കുറിച്ചൊന്നും നമ്മൾ, അദ്ദേഹത്തിന്റെ പേരിൽ പോക്സോ കേസ് പോലും ഉണ്ടായിരുന്നു. അത് പിണറായി വിജയൻ അതുകൊണ്ട് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽപ്പെട്ട കേസുകളെല്ലാം പിൻവലിച്ചു എന്നുള്ള വിവരങ്ങൾ പിന്നീട് പുറത്തു വന്നു. കാരണം മോഹൻലാൽ അഭിനയിച്ച ഒരു സിനിമയിൽ അദ്ദേഹം പ്രതിയാണ് അദ്ദേഹം. എന്നാൽ അതടക്കമുള്ള കാര്യങ്ങൾ വന്നതിന് ശേഷം പിണറായി വിജയൻ എന്ത് ചെയ്തു? കേസുകൾ കംപ്ലീറ്റ് വിഡ്രോ ചെയ്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ആരൊക്കെ പരാതി കൊടുത്തോ അവരുടെ ഞങ്ങൾ മാറോട് ചേർത്ത് പിടിച്ചു നിൽക്കുമെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. ഇപ്പോൾ പിടിച്ചു നിന്നു, അവരെ എല്ലാവരും കൈവിട്ടു. പരാതി കൊടുത്ത നടികളെല്ലാം വെറുതെയായി. കോടിക്കണക്കിന് രൂപ മന്ത്രിമാർക്കൊക്കെ കൊടുത്ത് മന്ത്രിമാർ തടിച്ചു കൊടുത്തു. അതേപോലെ ചില മന്ത്രിമാർ ആവശ്യപ്പെട്ടത് കേസ് ഒതുക്കാൻ ആവശ്യപ്പെട്ട ചില നടിമാരെയാണ്. അത്തരം നടിമാരെയും കൂടി സപ്ലൈ ചെയ്തു എന്നുള്ള വിവരങ്ങൾ ക്രൈം നേരത്തെ പുറത്തുവിടും. അതുകൊണ്ടാണല്ലോ 4-5 വർഷക്കാലം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത്. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെച്ച് എത്ര പേർ കോടികൾ ഉണ്ടാക്കി? അവസാനം കേസെടുത്ത് അവസാനം ഭീഷണിപ്പെടുത്തി. ഇപ്പോൾ മോഹൻലാൽ പറയുന്നിടത്ത് വരും, പിണറായി വിജയൻ പറയുന്നിടത്ത് വന്നിരിക്കും. പിണറായി വിജയൻ പറയുന്നതിൽ അപ്പുറത്തെ അനങ്ങാൻ പറ്റില്ല മോഹൻലാൽ, കാരണം കേസുകളെല്ലാം ഒതുക്കി കൊടുത്തില്ലേ. അതുപോലെയാണ് മമ്മൂട്ടിയുടെ സ്ഥിതി. അതുകൊണ്ട് മോഹൻലാലും മമ്മൂട്ടിയും കൂടിയാണ് അന്ന് ശ്വേതാമേനോനെ കൊണ്ട് ഇങ്ങനെ എനിക്കെതിരെ കള്ളപ്പരാതി കൊടുക്കാൻ ഉണ്ടായ കാരണം. അവരെക്കുറിച്ച് ഞാൻ വാർത്തകൾ ചെയ്തു എന്നുള്ളതാണ്. മോഹൻലാലിന്റെ അഭിനയത്തെക്കുറിച്ച് ഞാൻ ഇന്നേ വരെ മോശമായി പറഞ്ഞിട്ടില്ല. അദ്ദേഹം ബഹുമാന്യനായ, ഞാൻ പോലും ഏറ്റവും അധികം ആരാധിക്കുന്ന ഒരു നടനാണ്. അദ്ദേഹത്തിന്റെ കഴിവുകളെ നമ്മൾ അംഗീകരിക്കണം. പക്ഷെ മറുവശത്ത് അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു വീക്ക്നെസ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 3000 പേരെ കിട്ടി കഴിഞ്ഞു, ഇനി 10,000 പേരെയും കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുന്ന പെൺകുട്ടികളുമായിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മനോരമ ചാനൽ തന്നെ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്തായാലും മലയാള സിനിമയിൽ പുതിയൊരു യുഗം പിറക്കാൻ പോകുന്നു എന്ന് കൊണ്ടുവന്ന സംഘടന ഇപ്പോൾ ഒരു മത്സര രംഗത്തേക്ക് മോഹൻലാലും മമ്മൂട്ടിയും കൂടി കൊണ്ടുവന്നത് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സെക്സ് വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു നടിയെയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ നാണം കൊണ്ട് മൂക്കത്ത് കൈവിരൽ വെച്ച് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ നമ്മൾ ബഹുമാനിക്കേണ്ടത് ഇങ്ങനെ സെക്സ് വേഷങ്ങളിൽ അഭിനയിച്ച് നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള നാറ്റക്കേസുകൾ കൊണ്ട് ഇത്തരത്തിലുള്ള ഇമേജ് ഉണ്ടാക്കിയ ഒരു നടിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയതിൽ നമ്മൾ മോഹൻലാലിനെ മമ്മൂട്ടിയെ അഭിനന്ദിക്കണം. കാരണം അത്തരം കഥാപാത്രങ്ങളെ കൊണ്ടുവച്ചാലല്ലേ അമ്മയ്ക്കൊരു പേരും പ്രശസ്തിയും ഉണ്ടാകൂ എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അമ്മയിൽ എത്ര നടികളുണ്ട്. പാർവതി തിരുവോത്തിനെ പോലുള്ള പ്രശസ്തരായ സംഘടനാ കഴിവുള്ള, ഏത് രംഗത്തും ശക്തമായ രൂപത്തിൽ സംസാരിക്കാൻ കഴിവുള്ള അവരെപ്പോലുള്ള ആളുകൾ, അവരാണല്ലോ പരാതിയുമായിട്ട് രംഗത്ത് വന്നത്. അവരെയൊക്കെ ബലാത്സംഗം ചെയ്തു എന്ന് കൃത്യമായി പച്ചയായി തുറന്നു പറഞ്ഞതാണ്. അവരെപ്പോലുള്ള ആളുകളെ എന്തുകൊണ്ടാണ് WCCയിലെ ആളുകളെ എന്തുകൊണ്ടാണ് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാതിരുന്നത്? പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? സിനിമയിൽ ഇങ്ങനെയുള്ള വേഷങ്ങളിൽ അഭിനയിക്കുന്നതാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള യോഗ്യത എന്നാണോ, മാനദണ്ഡം എന്നുള്ളതാണോ? എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള കാര്യം. സെക്സി വേഷങ്ങളിൽ അഭിനയിച്ച്, വൾഗറായ സെക്സി വേഷങ്ങളിൽ അഭിനയിച്ച് മാതൃക കാണിച്ചിട്ടുള്ള നമ്മുടെ ശ്വേതാമേനോൻ തന്നെ പ്രസിഡന്റ് ആവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.